കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ട്രെയിൻ റൂട്ട് കാണിക്കുന്ന വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. എറണാകുളം ജില്ലയിലെ ആലുവ റെയിൽ സ്റ്റേഷനിൽ നിന്നും യാത്ര തുടങ്ങി തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ വരെയുള്ള യാത്ര. ഈ യാത്രയിലെ പശ്ചിമഘട്ട മലനിരകളുടെ മനോഹര കാഴ്ചകളും പാലക്കാടിൻ്റെ വയലോരങ്ങളും കരിമ്പനകളും ഉത്രാളിക്കാവുമെല്ലാം കണ്ടുകൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ട്രെയിൻ റൂട്ടാണിത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. രാവിലെ 7:52-നാണ് ട്രെയിൻ. അപ്പോൾ ഞാൻ ബസ് പിടിച്ചിട്ട് നേരെ ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തേക്കാണ്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. നല്ല തിരക്കായിരിക്കും, ഇവിടെ നോക്കി കാണാം. അപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ടിക്കറ്റൊക്കെ എടുത്തു. 75 രൂപയാണ്. അപ്പോൾ 7:50-ന് എത്തേണ്ടതാണ് ട്രെയിൻ. ഇപ്പോൾ കാണിക്കുന്നത് ഏകദേശം 8:06-ന് എത്തുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടേക്കൊന്ന് കറങ്ങിയെടുക്കാമെന്ന് വെച്ചു. കുറച്ച് നേരം കൂടി ഉണ്ട് സമയം. നല്ല തിരക്കായിരുന്നു ടിക്കറ്റ് ഒന്നെടുത്ത്. പെട്ടെന്ന് കിട്ടുമെന്ന് സംശയമായിരുന്നു. പക്ഷേ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോയി. കുഴപ്പമില്ല. പിന്നെ ഞാൻ മാത്രമല്ല വൈകിയതിൻ്റെ കാരണം വന്ന ബസ് അല്പം ഇങ്ങനെ കഴിഞ്ഞ് വന്നത്. അതുകൊണ്ട് ചെറിയൊരു പേടി ഉണ്ടായി കറക്റ്റ് സമയത്ത് എത്തുന്നു. എന്തായാലും നിൽക്കാം. മഴയൊന്നുമില്ലെന്ന്, കുഴപ്പമില്ല. നല്ല വെയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ കാഴ്ച കാണാൻ പറ്റും. എന്തായാലും കോടയൊക്കെ ഉണ്ടെങ്കിലാണ് ആ ഒരു മലനിരയെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ എന്തായാലും കാണാം. നമ്മളിന്ന് പോകുന്ന ട്രെയിൻ എന്ന് പറയുന്നത് 13,352 നമ്പർ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ്സിലാണ്. അതിപ്പോൾ രാവിലെ 6 മണിക്ക് ആലപ്പുഴയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കണത്. ഇതിൻ്റെ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 52 മണിക്കൂർ ഏകദേശം എടുത്തിട്ട്, അതായത് 2 ദിവസത്തിന് എടുത്തിട്ടോ. 2 ദിവസം കഴിഞ്ഞ് പോകും. ജാർഖണ്ഡിലെ ഏറ്റവും വലിയൊരു സ്റ്റേഷനായിട്ടുള്ള ധൻബാദ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇത് പോകുന്നത്. ഈ പോകുന്ന വഴിയിൽ ഒരു 87 സ്റ്റേഷനകത്തുണ്ട്. അതുപോലെ തന്നെ ഇത് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 2531 കിലോമീറ്ററാണ് മൊത്തം. ഇത് ഈ ആലപ്പുഴയിൽ നിന്ന് ധൻബാദ് വരെ പോകുമ്പോഴേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഇതിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഏറ്റവും മുമ്പിലാണ്, 4 പിന്നെ ഫസ്റ്റ് AC, സെക്കൻഡ് AC, തേർഡ് AC, സ്ലീപ്പർ, അങ്ങനെയാണ് അതിൻ്റെ ബോഗികൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിൻ അവിടെ നിന്ന് വരുന്നുണ്ട്. ട്രെയിൻ നമ്പർ 133-52 ആലപ്പുഴയിൽ നിന്നും ചെന്നൈ സെൻട്രൽ വഴി ധൻബാദ് വരെ പോകുന്ന ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ആലപ്പുഴ സ്റ്റേഷൻ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ. ആലുവയിൽ നിന്ന് ജനറൽ സീറ്റിലോട്ടാണ് കയറിയത്. ആലുവയിൽ കയറിയപ്പോൾ തന്നെ ചെറിയ തിരക്കുണ്ടായിരുന്നു, പക്ഷേ സീറ്റൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂരായപ്പോഴേക്കും സീറ്റൊക്കെ ഫ്രീ ആയി. നല്ല ഇരിക്കാനൊക്കെ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത് പാലക്കാടാണ് സ്റ്റോപ്പുള്ളത്. പാലക്കാട് നിന്നിട്ട് കൂടുതൽ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങും. നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഇടാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. എന്തായാലും ഇനി കോയമ്പത്തൂർ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വെച്ചിരിക്കണം. ഇപ്പോൾ നമ്മൾ തൃശ്ശൂരം കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മഴയൊക്കെ പെയ്തുകൊണ്ട് പാടത്തേക്ക് നിറയെ വെള്ളമാണ്. അല്ലെങ്കിൽ ഇത് പച്ചപ്പിൽ കാണാൻ നല്ല രസമായിരുന്നു. ഫുൾ വെള്ളം കേട്ടോ. തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് പാലക്കാടിന് അടുക്കുന്നതോറും ഇങ്ങനെ പാടങ്ങളൊക്കെ നല്ല പച്ചപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുക. നല്ല രസമുണ്ട് കാണാൻ, ഫുൾ പച്ച കളറിൽ. ഇതിപ്പോൾ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിലാട്ടോ. മുളങ്കുന്നത്തുകാവ് കഴിഞ്ഞിട്ടൊന്ന് പിടിച്ചിട്ടേക്കാം. ചില വല്ല ക്രോസിങ് ഉണ്ടാവും, നോക്കട്ടെ. വളഞ്ചേരി സ്റ്റേഷനിൽ എത്താൻ പോകണ്ടോ. അത് കഴിഞ്ഞിട്ട് വടക്കാഞ്ചേരി സ്റ്റേഷൻ എത്തി കഴിയുമ്പോഴാണ് ഉത്രാളിക്കാവിൻ്റെ ഒക്കെ ഒരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ വരുന്നത്. അപ്പോൾ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഒറ്റപ്പാലം, അത് കഴിഞ്ഞ് പാലക്കാട്, പിന്നെ കോയമ്പത്തൂർ. ഇനി ഈ ഒരു സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഉത്രാളിക്കാവിൻ്റെ ഒക്കെ ഒരു അടിപൊളി വ്യൂ വരും. അപ്പോൾ അത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ, ധൻബാദ് എക്സ്പ്രസ്. ആലപ്പുഴയിൽ നിന്ന് തുടങ്ങി ധൻബാദ് വരെ പോകുന്ന ട്രെയിനാണ്. ഇതിപ്പോൾ വടക്കാഞ്ചേരിയിൽ ഏകദേശം അരമണിക്കൂർ വൈകിയാണ് നമ്മൾ എത്തിയത്. ആദ്യത്തെ 3 കോച്ചാണ് ജനറൽ കേട്ടോ. നിറയെ ഹിന്ദിക്കാരാണ്. ട്രെയിൻ ആകെ മോശമാണ് കണ്ടോ. ഭയങ്കര മണവും പാൻപരാഗൊക്കെ കഴിച്ചിട്ട് രക്ഷയില്ല. അത് വന്ദേ ഭാരത് വരാൻ വേണ്ടിയിട്ടാണ്. ഉത്രാളിക്കാവ് എത്താറായിട്ട് കേട്ടോ. ആ കാണുന്നതാണ് ഉത്രാളിക്കാവ് കേട്ടോ.
ഇവിടെ വെള്ളം കയറി കിടക്കുക, അല്ലെങ്കിൽ നല്ല ഭംഗിയായിരുന്നു, പിന്നെ പച്ചപ്പായിട്ട് നല്ല ഭംഗിയാണ്. കുറേ ആളുകളുണ്ട്. ഈ പ്രളയത്തിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഉണ്ട്, അത് കാണാൻ വേണ്ടി തന്നെ ആളുകൾ നിൽക്കുന്നുണ്ടോ. ഇതിപ്പോൾ നമ്മൾ ഭാരതപ്പുഴ എത്തിയിടുന്നുണ്ടോ. മഴയൊക്കെ പെയ്ത് നിറഞ്ഞ് കവിഞ്ഞാണ് ഭാരതപ്പുഴ ഇടുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാലിക്കൂടെ ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരുന്നൊരു പുഴയാണത്. അപ്പോൾ നല്ല രീതിയിൽ വെള്ളമുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം നമ്മൾ ഈ ഭാരതപ്പുഴയുടെ സൈഡിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ഇവിടെ നിന്ന് റൈറ്റ് തിരിയും, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഷൊർണൂരിലേക്ക് പോകും. ഇവിടെ നിന്ന് നമ്മൾ പതുക്കെ റൈറ്റ് തിരിഞ്ഞിട്ടാണ് ഈ പാലക്കാട് റൂട്ട് പിടിക്കുന്നത്. അപ്പോൾ ആ കാണുന്നതാണ് ആ ഒരു ഷൊർണൂരിലേക്ക് പോകുന്നൊരു വഴി. ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ പാലക്കാട്. ഈ പാലക്കാടെത്തി കാഴ്ചകളുടെ ഒരു ഭംഗി തുടങ്ങാൻ പോവുകയാണ്. അകലെ കാണുന്ന മലനിരകളൊക്കെ ഉണ്ടോ, ഇതൊക്കെയാണ് ആ ഒരു ഫ്രെയിമിൽ വരാനുള്ള തൊട്ടടുത്തോടെ പോകും മലനിരകളുടെ. അതിന് ഫുൾ പച്ചപ്പാണ്. ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് ഈ റോഡിൽ നല്ല ഭംഗിയാണ്. ഇതുപോലത്തെ ഈ നെൽപ്പാടങ്ങളുടെയൊക്കെ കാഴ്ചകളായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഭാരതപ്പുഴയുടെ സൈഡിലുള്ള ആ ഒരു വാഴാലിക്കാവ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അകലേന്നായിരിക്കും കാണാൻ പറ്റുമോ നോക്കട്ടെ, കാണാൻ പറ്റണമെങ്കിൽ കാണിച്ചു തരാം. ആ അറ്റത്ത് മലനിരകൾ, നെൽപ്പാടങ്ങൾ, നടുക്കാ കാണുന്ന മരമൊക്കെ കണ്ടു. നല്ല അടിപൊളിയല്ലേ. റെയിൽവേ സ്റ്റേഷനാണിത്. ഇവിടെ ഭാരതപ്പുഴയൊക്കെ നല്ല രീതിയിൽ കവിഞ്ഞ് ഒഴുകുന്നുണ്ട്. എപ്പം കാണാൻ പറ്റുമെന്ന് അറിയില്ല, നല്ല ഭംഗിയുണ്ട് ഇവിടെ. മണ്ണൻ ഇതിപ്പോൾ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി പാലക്കാടാണ് അടുത്ത സ്റ്റോപ്പ് കേട്ടോ. ഇവിടെ എന്തായാലും ആളുകൾ കയറി നല്ലോണം തിരക്കുണ്ട്. സീറ്റൊക്കെ ഫ്രീ ആണ്, കാലിയാണ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ആളുകൾ കയറും, നല്ല തിരക്കുണ്ട് കേട്ടോ. ഒറ്റപ്പാലത്ത് നിന്ന് എടുത്തു. ഇതിപ്പോൾ നമ്മൾ 9:50 ട്രെയിനായിരുന്നു. അതിപ്പോൾ 10:38 എത്തിയാണ്. അപ്പോൾ അത്രത്തോളം വൈകിയാണ് ഇവിടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം അരമണിക്കൂർ വൈകിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കോയമ്പത്തൂർ എത്തുമ്പോഴും ഏകദേശം അരമണിക്കൂർ തന്നെ വൈകിയാണ് കാണിക്കുന്നത് കേട്ടോ, വേറീസ് മൈ ട്രെയിനിൽ. അപ്പോൾ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ആ ട്രെയിന് എത്താൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഉള്ള ട്രെയിനായിരിക്കും വരാൻ പറ്റുക. പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് 35 മിനിറ്റ് ലേറ്റായിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോയിരിക്കുന്നത്. ഇതിൻ്റെ പിറകിലെ മലനിരകളൊക്കെ കാണാം. ഇനിയാണ് ഈ യാത്രയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ വരുന്നത്. അടിപൊളി വ്യൂ ഒക്കെ വരാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ അടുത്തതായിട്ട് കൊട്ടേക്കാട് റെയിൽവേ ബ്രിഡ്ജിൽ കയറും. പനയും പിന്നെ മലനിരയെ കാണാൻ അടിപൊളിയല്ലേ, നല്ല രസമുണ്ട്. നമ്മൾ ഏകദേശം കൊട്ടേക്കാട് എത്താറായി. കൊട്ടേക്കാട് റെയിൽവേ ബ്രിഡ്ജ് എത്താറായിട്ടുണ്ട്. കോടയൊക്കെ മൂടി കൊണ്ട് അധികം തെളിഞ്ഞ് കാണുന്നില്ല. ഈ ഒരു നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ തെങ്ങും അതിൻ്റെ അപ്പുറത്ത് ആ ഒരു മലനിരകളും മഞ്ഞ് മൂടി കിടക്കുമ്പോൾ കിട്ടുന്നൊരു ഭംഗി നല്ല രസമല്ലേ. പാടത്ത് ആളുകൾ പണിയണം. വലിയ മാരക വ്യൂ. അവിടെ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. മലയുടെ മുകളിൽ നിന്ന് വെള്ളം കൊഴുകി വരുന്നത് കാണാം. കുന്നിഞ്ചിരി പോലെ അവിടെയൊക്കെ ചെറിയ വീടുകളും കാടുകളൊക്കെ പോലെ. പിന്നെ മാമ്പഴങ്ങളൊക്കെ അതിൻ്റെ കാണാം. ഈ മാവൊക്കെ നട്ട് വെച്ചാൽ ഒരുപാട് മാമ്പഴമൊക്കെ ഉള്ള സ്ഥലമാണല്ലോ. ഓട് വീടൊക്കെ നോക്കി നല്ല ഭംഗിയില്ലേ കാണാൻ. നിറയെ തെങ്ങും തോപ്പുണ്ട്, അതുപോലെ തന്നെ വാഴത്തോപ്പുകൾ നിറയുണ്ട് കാണാൻ. നോക്കി വ്യൂ നോക്കി. ഇവിടെ ഞാൻ കൊട്ടേക്കാട് റെയിൽവേ ബ്രിഡ്ജ് ഞാൻ ഇവിടെ വന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ്. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അതിൻ്റെ ഒരു നല്ല വ്യൂ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ലിങ്ക് ഇട്ടേക്കാം, നിങ്ങൾ കണ്ടാൽ മതി. ഭംഗിയുണ്ട്. എന്നെ ലുക്കാൻ നോക്കി. ആ മലനിരകളൊക്കെ ഉണ്ടോ, കോടമഞ്ഞൊക്കെ ഇങ്ങനെ മൂടി സൂപ്പറായിട്ട് വെക്കാം നോക്കി. എന്ത് ഹൈറ്റിലാണ് നോക്കിയാൽ മല. ഇവിടെ നിന്ന് റൗണ്ട് അടിക്കും കേട്ടോ ട്രെയിൻ. അതാണ് അതിൻ്റെ മാരക വ്യൂ.
ആ മലയുടെ മുകളിൽ നിന്ന് ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം കേട്ടോ. ഇതൊക്കെ ആന വരുന്നൊരു ഏരിയ കൂടി കേട്ടോ. അതുകൊണ്ട് ഫെൻസിങ് ഒക്കെ ഉണ്ട് ഇവിടെ. ആനയുടെ ഒക്കെ ക്രോസ് ചെയ്യുന്നതിൻ്റെ ആനയുടെയൊക്കെ ഒരു ബോർഡൊക്കെ ഇവിടെയുണ്ട്. നിറയെ ഫെൻസിങ് ആണ്. ഇതിൻ്റെ അപ്പുറത്ത്, ഈ കാടിൻ്റെ അപ്പുറത്ത് ആ പശ്ചിമഘട്ട മലനിരകൾ കാണാം കേട്ടോ. ആ കോട മൂടി കിടക്കാം, നല്ല ഭംഗിയിലുണ്ടോ. അവിടെ നിന്ന് ഇടയിലൊക്കെ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, ഇങ്ങനെ കാടുകൾ. ഇതൊക്കെയാണ് ഈ റൂട്ടിൻ്റെ ഏറ്റവും കൂടുതൽ ഭംഗി എന്ന് പറയുന്നത്. നേരത്തെ കണ്ട കാഴ്ചയുണ്ടല്ലോ, അതൊക്കെ നല്ല നല്ല രസമല്ലേ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ ട്രെയിനിൻ്റെ ഏറ്റവും പിറകിലൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ആ കർവ് ചെയ്ത് വരുമ്പോൾ തന്നെ ഉണ്ടാകുന്നൊരു ഭംഗി, ആ ട്രെയിൻ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും. നമ്മൾ ജനറൽ കയറിയത് കൊണ്ട് ജനറൽ ഫ്രണ്ടിലായിരുന്നു 3 ജനറലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കർവ് കാണാൻ പറ്റിയില്ല. ആ കർവ് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നതും ട്രെയിൻ വളഞ്ഞ് നിൽക്കുന്നതും മലനിരകൾ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. എന്തായാലും ആ ഒരു കാടിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ ആന ക്രോസ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളീ പോകുന്ന റൂട്ടിൽ ഒരുപാട് മയിലൊക്കെ കണ്ടോ, നിറയെ മയിൽ. നിരപ്പ് ക്യാമറ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ. അതൊക്കെ ക്യാമറയാണോ, സോളാറിൻ്റെ ഇതൊക്കെ വെച്ചിട്ട്, സോളാർ പാനലൊക്കെ വെച്ചിട്ട് ക്യാമറ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചില സോളാറിൻ്റെയൊക്കെ ക്യാമറയുടെ കാലൊക്കെ ചവിട്ടി വളച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ആനയായിരിക്കും, ആനയൊക്കെ വരുന്ന സ്ഥലമായതുകൊണ്ട് ആനയായിരിക്കും അത് ചവിട്ടി വളച്ചിട്ടിട്ടോ. നോക്കിയേ, അകലെ നോക്കിയേ, വീണ്ടും നല്ല മലനിരകൾ വീണ്ടും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. തമിഴ്നാട് ഭാഗത്തേക്ക് കയറിയിട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് ഈ തെങ്ങുംതോപ്പുകളൊക്കെ നല്ല മനോഹരമായിട്ട് തെങ്ങുംതോപ്പുകളൊക്കെ കാണാം. അങ്ങ് അകലെ മലനിരകളൊക്കെ കാണാം. നമ്മൾ നേരത്തെ കണ്ട മലനിരകളൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു അകലേന്ന് കണ്ടത്. എന്തായാലും തെങ്ങുകൾ നിറയെ ഉണ്ട്. നല്ല നല്ല ഭംഗിയിൽ ഒരുക്കിയിട്ടാണ് തെങ്ങുംതോപ്പുകൾ. സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതൊക്കെ പുളിയാണ് കാണുന്നത്. ഈ കരിമ്പനകളും അതുപോലെ തന്നെ ഒരു പച്ചപ്പും പിന്നെ അകലെ ആ ഒരു മഞ്ഞ് മൂടിക്കിടക്കുന്ന മലയൊക്കെ കാണുന്ന ഒരു ഭംഗിയെന്ന് നോക്കി. ഇതൊക്കെ ഈ റൂട്ടിൽ പോകുമ്പോൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ആ നിരനിരയായിട്ട് നിൽക്കുന്ന ആ ഒരു പനകൾ കണ്ടോ. ആ മുകൾ ഭാഗം കൂർത്തിരിക്കുന്ന ഒരു മല കണ്ടോ. ഒരു വിചിത്രമായിട്ട് രീതിയിലാണ് അതിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ മരങ്ങൾ ഇങ്ങനെ നിരപ്പ് പോലെ കിടന്നിട്ട് അതല്ലേ മലകൾ ഇങ്ങനെ കാർമേഘം പോലെ ഇരുണ്ട രീതിയിൽ നിൽക്കുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല പച്ചപ്പ്. കോയമ്പത്തൂർ ജംഗ്ഷനിലെത്തിയിടുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങിയിട്ട് ഈ സമയം നോക്കിയിട്ട് നമുക്ക് നേരെ തിരിച്ച് ആലുവയ്ക്ക് പോകണം. തിരക്ക് കണ്ടോ, അവിടുന്ന് ഇറങ്ങാൻ പറ്റണില്ലേ കുറേ ആളുകൾക്ക്. ഞാനൊക്കെ ഉന്തി ഇടി ഉണ്ടാക്കി ഇറങ്ങി അവിടെ ബഹളമായി. ഇത്രയ്ക്കും തിരക്കാ. ഇനിയിപ്പോയി ഇത് എവിടെയൊക്കെ ഭയങ്കര വഴക്കായി, ഭയങ്കര ബഹളമായിരുന്നു. എന്തായാലും കൃത്യം ഓൺ ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ട്. നമ്മൾ കോയമ്പത്തൂർ എത്തി. നമ്മൾ കോയമ്പത്തൂർ ഓൺ ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇവിടുന്ന് പാലക്കാടിലേക്ക് എപ്പോഴാണ്, അല്ലെങ്കിൽ ആലുവയ്ക്ക് എപ്പോഴാണ് ട്രെയിൻ നോക്കാം നമുക്ക്. എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു റെയിൽവേ റൂട്ടിൻ്റെ യാത്ര? ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കാം. എനിക്ക് അവിടെ നിന്ന് ഏകദേശം 55 രൂപയായിട്ടുള്ളൂ ഇവിടെ വരെ എത്താൻ വേണ്ടി. വളരെ സിമ്പിളായിട്ട് നമുക്ക് വരാവുന്ന ഒരു റൂട്ടാണത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരുന്നവരെ പിന്നെ കാണാം.